മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഉപേക്ഷ എന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ദിലീഷ് പോത്തൻ. 135 കോടി രൂപ ആഗോള കളക്ഷൻ നേടിയ പ്രേമലുവിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയാഘോഷ വേദിയിൽ വച്ചായിരുന്നു നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസ് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആ പ്രൊജക്ടിന്റെ അപ്ഡേറ്റുകളൊന്നും പിന്നീട് കണ്ടില്ല. പിന്നാലെ ചിത്രം ഡ്രോപ്പായെന്ന പ്രചാരണം നിലനിന്നിരുന്നു. കൂടാതെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നും ചിത്രം കുറച്ചുകൂടി വൈകുമെന്നും ദിലീഷ് പോത്തൻ കഴിഞ്ഞ വർഷം ജൂണിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പ്രേമലു 2 ഡ്രോപ്പായി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണം പുറത്തുവരുന്നത്. തിരക്കഥയിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചിത്രം ഉപേക്ഷിക്കാൻ കാരണമെന്നും പ്രേമലുവിന്റെ രണ്ടാം ഭാഗത്തിന് പകരം ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പ്രൊജക്റ്റിലേക്കാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്തായാലും ഈ വെളിപ്പെടുത്തൽ തമിഴ് തെലുങ്ക് പ്രേമലു ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. സൈജു കുറുപ്പ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. സൈജു കുറുപ്പിന്റെ സ്വാഭാവിക അഭിനയവും കൃത്യമായ ഹ്യൂമർ സെൻസും ചിത്രത്തിന്റെ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചു. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ ഇപ്പോൾ സക്സസ് ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. ജനപ്രിയ ചിത്രമായ ദൃശ്യത്തിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രസകരമായ റെഫറൻസുകളാണ് പുതിയ ടീസറിന്റെ പ്രധാന ആകർഷണം. സിനിമയെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് വൈകാരികമായ കുറിപ്പിലൂടെയാണ് സൈജു കുറുപ്പും നിർമ്മാതാവ് തോമസ് തിരുവല്ലയും നന്ദി അറിയിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി നിരവധി റിലീസുകൾ ഉണ്ടായിരുന്നതിനാലാണ് പല കേന്ദ്രങ്ങളിലും ചിത്രം എത്തിക്കാൻ കഴിയാതിരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിച്ച് ആ പരാതി പരിഹരിക്കുമെന്നും അവർ ഉറപ്പു നൽകി. സൈജു കുറുപ്പിന്റെ കരിയറിലെ 150-ാം ചിത്രം എന്ന വലിയ പ്രത്യേകതയും മോഹിനിയാട്ടത്തിനുണ്ട്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഈ ചിത്രം ഏപ്രിൽ 10-നാണ് തിയേറ്ററുകളിലെത്തിയത്.